വലൈക്കും നമസ്കാരം. എന്തൊക്കെ മക്കളെ വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുളിഞ്ചാറ് ഉണ്ടാക്കാൻ പോകുക. അപ്പോൾ ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണ കുറച്ച് അതിൽ ഒഴിച്ച് ഇന്ന് ചട്ടി പോഞ്ഞപ്പോൾ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി, നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എണ്ണ ചൂടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ചോറിന്. ഒന്നും കറി വെക്കാനില്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാം. ഒരു സ്പൂണ് എന്താണ് കടുകിട്ട് കുറച്ച് ഉലുവ, ഒരു സ്പൂണിൻ്റെ അടുത്തുണ്ട് ഉലുവ, കുറച്ച് അരിവട്ട്, ഒരു പിഞ്ച് അളവിൽ നല്ല ജീരകട്ട്, ഒരു നുള്ള് ചെറിയ ജീരകം, നല്ല ജീരകം എന്ന് പറഞ്ഞാൽ അതിനാണ്. പിന്നെ വറ്റൽമുളക് ഇടുകയാണ് കേട്ടോ, ഇട്ടിട്ടില്ല. 3 വറ്റൽമുളക് ഇട്ട്, ഒരു 2 കറിവേപ്പില ഇട്ട്, ഒരു ചെറിയ കുഞ്ഞി കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട്, ഇതൊന്ന് മൂത്ത് കൊണ്ട് വരുമ്പോൾ പിന്നെ ബാക്കി സാധനങ്ങൾ ഇട്ടു. നല്ലൊരു അടിപൊളി കറി, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ പുളി ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചത്. പിന്നെ ഒരു പച്ചമുളക് 1 അല്ല കേട്ടോ, ഒരു 3 എടുത്തുണ്ട്, 4 എടുത്തുണ്ട്. ഇത് എരിവ് കുറവായതുകൊണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. മുളകിട്ട് കറിവേപ്പില ഇട്ടോ. ഇത് കുറച്ച് വെച്ചതാണ്. ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് മഞ്ഞളിടാം, ഒരു പിഞ്ച് മഞ്ഞൾ, കുറച്ച് മഞ്ഞൾ, ഇനി നമ്മളിടാൻ പോകുന്ന കായപ്പൊടിയാണ്. കായപ്പൊടി അതിൻ്റെ കാര്യം മുളക്, നല്ലൊരു അടിപൊളി കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് പുളിവെള്ളം ഇട്ട് വെക്കാം. ഞാൻ ചൂടുവെള്ളത്തിലാണ് എത്തിയിരുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളം എടുത്തു. ഇത്തിരിയും കൂടി വെള്ളം വേണം. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് തിളച്ച് വരണം. കുറച്ചും കൂടി പുളി ഉണ്ടായിക്കോട്ടെ. കുട്ടികൾക്കൊക്കെ പുളി തിന്നാൻ തേയില്ല, അപ്പോൾ അതിന്
കുറച്ചൊരധികമാണ്. അപ്പം അത് വിട്ട് ഇതൊന്ന് തിളക്കണം കേട്ടോ. ഉപ്പിട്ടിട്ടില്ല. ഉപ്പിട്ട് ഇതൊന്ന് തിളക്കട്ടെ. അടച്ച് വെച്ച് തിളപ്പിച്ച 1 സ്പൂണ് അരിപ്പൊടി നമുക്ക് ഇതിൽ കലക്കി വയ്ക്കണം. ഇതാട്ടോ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു മുഴുപ്പ് കിട്ടാൻ. തോനെ പരരുതേ, കുറച്ച് ഒഴിക്കുക. 1 സ്പൂണ് പച്ചവെള്ളത്തിൽ കലക്കിയിട്ട്, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. നല്ലോണം തിളച്ചിന് കേട്ടോ. നമ്മളെ കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ വേണ്ടി ഇതുണ്ടോ വെള്ളം. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് വെക്കാം. കറി വെക്കാല്ലാത്തപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൊള്ളി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ എരിവ് വേണ്ടിയവർക്ക് കുറച്ചും കൂടിയൊക്കെ ഇടാം കേട്ടോ. അത്യാവശ്യം ഒരു എരിവുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം അത്രേ ഉള്ളൂ നമ്മളെ കറി. ഉണ്ട് തോന വെള്ളമില്ല. ഇതുണ്ട് അങ്ങനെ ചെറുതായിട്ടൊന്ന് കുറുകിക്കൊണ്ടറിഞ്ഞു. ഇപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ ഒരിച്ചിരി ഒന്നുണ്ട് താളിച്ച് വയ്ക്കുക. കുറച്ച് എണ്ണ വെച്ച്, എണ്ണയിലാണ് ഉണ്ടാക്കേണ്ടത്. എണ്ണയിലാണ് ടേസ്റ്റ്. എല്ലാത്തിലും ഉണ്ടാക്കാൻ പറ്റും. ടേസ്റ്റ് അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉള്ളിച്ചാൽ എടുത്തോളി. ഇനിയിപ്പോൾ എണ്ണ ഇല്ലെങ്കിൽ ഇതെങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കുക എന്നൊന്നും വിചാരിച്ച് നിൽക്കണ്ട. എണ്ണ ഒന്ന് ചൂടായി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഒരു പിഞ്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുകും ഒരു വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇതിട്ടൊന്നുകൊണ്ട് താളിച്ചുണ്ട് വയ്ക്കുക. കയ്യൊക്കെ പൊള്ളുണ്ട് മക്കളെ. കയ്യൊക്കെ പൊള്ളാതെ ഉണ്ടാക്കിക്കൊണ്ടിട്ടാണ്. അതാണ് നമ്മളെ പുളിങ്കറി. ഇതാണ് നോക്കിങ്ങൾ. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുന്നാൻ. ഉപ്പുണ്ടാവട്ടെ, കുറവാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കറി വെക്കാൻ അല്ലെങ്കിൽ ഇതൊന്നാണ്ട് ഉണ്ടാക്കിക്കൊള്ളി. നമ്മൾ നല്ല വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങളാരും എന്നിട്ട് ഉഷാറായി വരില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു കുറേ കയറിയൊക്കെ പറയുമ്പോഴാണ് ഈ വീഡിയോ കയറിപ്പോടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ പെട്ടെന്ന് ഇതാകുന്നുണ്ട്, കുറ്റം പറയുന്ന ഇതൊക്കെ. അപ്പം നമുക്ക് അതിനൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഉപകാരമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.